പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പോക്കൺ അറബിക്കിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് മുഖാബലത്തുൽ ജമാഇയ്യ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന യൂണിറ്റിലെ റീക്യാപ്പും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. നമുക്ക് റീക്യാപ്പിലേക്ക് കടക്കാം. അൽ മുഖാബലത്തുൽ ജമാഇയ്യ നൗആനി, ഗ്രൂപ്പ് ഇൻ്റർവ്യൂ രണ്ട് വിധമാണ്. മുറശ്ശഹും വാഹിദുൻ മഅ ലജ്നത്തിൻ മിനശ്ശിർക, കമ്പനിയിലെ ഒരു പാനലുമായി ഒരു ഉദ്യോഗാർത്ഥി. അദദു മിനൽ മുറശ്ശഹീന ഫി ആനി വാഹിദിൻ, ഒരേ സമയം ഒന്നിലധികം ഉദ്യോഗാർത്ഥികൾ. തഖ്ദീമു തജാറുബി സാബിഖ, മുൻകാല അനുഭവങ്ങളുടെ വിലയിരുത്തൽ. തഖീമുൽ ഇസ്തിഖ്റാറിൽ ആതിഫി, വൈകാരിക സ്ഥിരതയുടെ വിലയിരുത്തൽ, എമോഷണൽ സ്റ്റെബിലിറ്റി. അടുത്ത തഖീമു തഫ്കീരിൽ ഇബ്ദാഇ വഹ്ലൽ മുശക്കിലാത്ത്, സർഗാത്മക ചിന്തയുടെയും പ്രശ്നപരിഹാര ശേഷിയുടെയും വിലയിരുത്തൽ. തഖീമുൽ മഅരിഫ, വിജ്ഞാനത്തിൻ്റെ വിലയിരുത്തൽ. ഇബാറത്തുൽ മുജാമല, മര്യാദപൂർവമായ സംഭാഷണ രീതികൾ, കുശലാന്വേഷണങ്ങൾ. അൽ വുളൂഹ് ഫി തഅബീർ, ആശയപ്രകടനത്തിലെ വ്യക്തത. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. മാഹിൽ മുഖാബലത്തുൽ ജമാഇയ്യ, എന്താണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ? ആൻസർ, മുഖാബലാത്തുല്ലത്തി യുശാരിക ഫിഹ അക്സറും മിൻ ശഖ്സൈൻ, രണ്ടിലധികം ആളുകൾ പങ്കെടുക്കുന്ന അഭിമുഖങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, മാഹിയൽ ഖൽഫിയത്തുൽ തഅലീമിയത്തുൽ അഹ്മദ്, അഹ്മദിൻ്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം എന്താണ്? ആൻസർ, മാജിസ്റ്റർ ഫി ഇദാറത്തുൽ അഅ്മാൽ, ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദം, MBA. മൂന്നാമത്തെ ചോദ്യം, കം സനത്തൻ അമല അഹ്മദ് ഫിൽ മബിആത്ത് വബിഅയ്യി ഖദ്റത്തിൻ, അഹ്മദിന് സെയിൽസ് രംഗത്ത് എത്ര വർഷത്തെ പരിചയമുണ്ട്? ഏത് തസ്തികയിലായിരുന്നു? ആൻസർ, 3 സനവാത്തിൻ ക മുദീരി മുസാഇദിൽ മബിആത്തി ഫി ശരിക്കത്തി തഖനിയ, ഒരു ടെക്നോളജി കമ്പനിയിൽ സെയിൽസ് അസിസ്റ്റന്റ് മാനേജരായി 3 വർഷം. നാലാമത്തെ ചോദ്യം, മാഹിയ നിസ്ബത്തു സിയാദത്തി ഫിൽ മബിആത്തില്ലത്തി ഹഖഖഹ അഹ്മദ് ഖിലാല ആമിൻ വാഹിദിൻ, ഒരു വർഷത്തിനുള്ളിൽ അഹ്മദ് കൈവരിച്ച സെയിൽസ് വർധനവിൻ്റെ ശതമാനം എത്രയാണ്? ആൻസർ, 20%. ആറാമത്തെ ചോദ്യം, കൈഫ യതആമലു അഹ്മദു മഅ തഹദ്ദിയാത്തി ഫിൽ അമൽ, എന്തുകൊണ്ടാണ് അഹ്മദ് മറ്റൊരു ജോലിക്ക് ശ്രമിക്കാത്തത്? ലിമാദ ഹാവല അഹ്മദ് ലിഅമലിൻ ആഖറ, അഞ്ചാമത്തെ ചോദ്യം അതാണ്. ലിമാദ ഹാവല അഹ്മദുൻ ലിഅമലിൻ ആഖറ, എന്തുകൊണ്ടാണ് അഹ്മദ് മറ്റൊരു ജോലിക്ക് ശ്രമിച്ചത്? ആൻസർ, ഇന്നഹു മുതഹമ്മിസുൻ ലിൽ അമലി ഫിൽ ബീഅത്തി തുഅത്തുൽ ഇബ്തികാറ വൽ ഇഹ്തിറാഫിയ, സർഗാത്മകതയ്ക്കും തൊഴിൽപരമായ മികവിനും പ്രാധാന്യം നൽകുന്ന ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്. ആറാമത്തെ ചോദ്യം, കൈഫ യതആമലു അഹ്മദു മഅ തഹദ്ദിയാത്തി ഫിൽ അമൽ, ജോലിയിൽ വെല്ലുവിളികളെ അഹ്മദ് എങ്ങനെയാണ് നേരിടുന്നത്? ആൻസർ, യുഅ്തബറു തഹദ്ദിയാത്ത് ഫുർസത്തൻ ലിതതവ്വുരി വയബ്ഹഥു ദായിമൻ അൻ ഹുലൂലി ഇബ്ദാഇയ്യത്തിൻ വയസ്തഈനു ബിസ്സുമലാഇ ലിതഹ്ഖീഖി നജാഹ്, വെല്ലുവിളികളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണുന്നു, എപ്പോഴും സർഗാത്മകമായ പരിഹാരങ്ങൾ തിരയുകയും വിജയം കൈവരിക്കാൻ സഹപ്രവർത്തകരുടെ സഹായം തേടുകയും ചെയ്യുന്നു. ഏഴാമത്തെ ചോദ്യം, മാഹിൽ വളീഫത്തുല്ലത്തി യബ്ഹഥു അൻഹ മുദീറുൽ മവാരിദിൽ ബശരിയ്യത്തി ഫിൽ മുഹാദിസത്തി സാനിയ, രണ്ടാമത്തെ സംഭാഷണത്തിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അന്വേഷിക്കുന്ന തസ്തിക ഏതാണ്? ഖിദ്മത്തു വളീഫത്തുൽ ഉമല. ആൻസർ, കസ്റ്റമർ സർവീസ് തസ്തിക. എട്ടാമത്തെ ചോദ്യം,
മാ ഹിയൽ മഹാറാത്തുല്ലത്തി അഅ്തഖദൽ മുറശ്ശിഹു അന്നഹ ഹാസിമത്തുൽ ലിനജാഹിഹി ഫി വളീഫത്തിൻ ഖിദ്മത്തുൽ ഉലമാ. കസ്റ്റമർ സർവീസ് ജോലിയിലെ വിജയത്തിന് നിർണായകമാണെന്ന് ഉദ്യോഗാർത്ഥി വിശ്വസിക്കുന്ന കഴിവുകൾ ഏതെല്ലാമാണ്? ആൻസർ: അസ്സബർ, ക്ഷമ, അത്തവാസുൽ ജയ്യിദ്, മികച്ച ആശയവിനിമയ ശേഷി, വൽ ഖുദ്റത്തു ഹില്ലുൽ മുഷ്കിലാത്തി, പ്രശ്നപരിഹാര ശേഷി, വൽ അമലു തഹ്തൽ ലഗത്ത്, സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴും ജോലി ചെയ്യാനുള്ള കഴിവ്. 9ാമത്തെ ചോദ്യം, കൈഫ യഖ്തരിഹുൽ മുറശ്ശിഹു അത്തആമുല മഅൽ ഉമലാഇൽ ഗാളിബീൻ. ദേശക്കാരായ ഉപഭോക്താക്കളെ കൈകാര്യം ചെയ്യാൻ ഉദ്യോഗാർത്ഥി എന്താണ് നിർദ്ദേശിക്കുന്നത്? ആൻസർ: അൻ ത്വരീഖി മുഹാവലാത്തി ഫഹ്മി മുശക്കിലാത്തിഹിം വബദലി അഖ്സാ ജുഹ്ദ ലിഹല്ലിഹ ബിത്വരീഖത്തിൻ മുഹ്തരിമത്തിൻ വമഹനിയത്തിൻ. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും മാന്യവും പ്രൊഫഷണലുമായ രീതിയിൽ അത് പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുക. 10ാമത്തെ ചോദ്യം, കൈഫ യുഖത്തിത്തുൽ മുറശ്ശിഹു ലിത്തആവുനി മഅൽ അഖ്സാമിൽ ഉഖ്റ ലിഇൻജാസിൽ മഹാം. ജോലികൾ പൂർത്തിയാക്കാൻ മറ്റു വകുപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഉദ്യോഗാർത്ഥി എങ്ങനെയാണ് പദ്ധതിയിടുന്നത്? ആൻസർ: റോബോട്ട് ദക്കാഉൽ ഇസ്തിനാഇ മാലാർ. AI റോബോട്ട് മാലാർ. 11ാമത്തെ ചോദ്യം, അലാ അയ്യി മൗദൂഇൻ തതിമ്മുൽ മുനാഖശത്തു ഫിൽ മുനാഖശാത്തിൽ ജമാഇയ്യ. ഗ്രൂപ്പ് ചർച്ചയിൽ ഏത് വിഷയത്തെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്? പത്താമത്തെ ആൻസർ പറഞ്ഞത് തെറ്റിപ്പോയി. കൈഫ യുഖത്തിത്തുൽ മുറശ്ശിഹു ലിത്തആവുനി മഅൽ അഖ്സാമിൽ ഉഖ്റ ലിഇൻജാസിൽ മഹാം. ജോലികൾ പൂർത്തിയാക്കാൻ മറ്റു വകുപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഉദ്യോഗാർത്ഥി എങ്ങനെയാണ് പദ്ധതിയിടുന്നത്? ആൻസർ: മിൻ ഖിലാലിൽ മുശാറക്കാത്തിൽ ഫആലത്തി ഫി തബാദുലിൽ അഫ്കാർ വൽ മഅരിഫത്തിൽ തഹ്ഖീഖി അഹ്ദാഫി ശരീക്കത്തി ബിശക്ലിൻ അഫ്ളല. ജോലികൾ പൂർത്തിയാക്കാൻ മറ്റു വകുപ്പുകളുമായി കമ്പനിയുടെ ലക്ഷ്യങ്ങൾ മികച്ച രീതിയിൽ കൈവരിക്കുന്നതിന് ആശയങ്ങളും വിജ്ഞാനവും ഫലപ്രദമായി പങ്കുവെക്കുന്നതിലൂടെ. 11ാമത്തെ ചോദ്യമാണ്, അലാ അയ്യി മൗദൂഇൻ തതിമ്മുൽ മുനാഖശത്തു ഫിൽ മുനാഖശാത്തിൽ ജമാഇയ്യ. ഗ്രൂപ്പ് ചർച്ചയിൽ ഏത് വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നത്? അതിൻ്റെ ആൻസറാണ് റോബോട്ട് ദക്കാഉൽ ഇസ്തിനാഇ AI മാലാർ. AI റോബോട്ട് മാലാർ. 16ാമത്തെ ചോദ്യം, മൽ മയ്യിസത്തുല്ലത്തി യറാഹ അഹദുൽ മുഅല്ലിമീന ഫി ഇസ്തിഖ്ദാമിൽ മുഅല്ലിമിൽ ആലൈ. AI ട്യൂട്ടറെ ഉപയോഗിക്കുന്നതിൽ, അതായത് മെഷീൻ ലേണിംഗ് അധ്യാപകനെ ഉപയോഗിക്കുന്നതിൽ അധ്യാപകരിൽ ഒരാൾ കാണുന്ന നേട്ടം എന്താണ്? ആൻസർ: അൽ ഖുദ്റത്തു അലാ തൗഫീരി തഅല്ലുമി ശഖ്സി ലിത്തുല്ലാബി മിൻ ഖിലാലി മവാദി തഅലീമിയ്യത്തിൻ മുതമയ്യിസത്തിൻ വഇഹ്തിമാമി ഫർദി. വിദ്യാർത്ഥികൾക്ക് അവരുടെ ആവശ്യാനുസരണം വേറിട്ട പഠന സാമഗ്രികളും വ്യക്തിഗത ശ്രദ്ധയും നൽകാനുള്ള കഴിവ്. മനുഷ്യരായ അധ്യാപകരുമായി താരതമ്യം ചെയ്യുമ്പോൾ AI ട്യൂട്ടർ അഭിമുഖീകരിച്ചേക്കാവുന്ന സാധ്യമായ വെല്ലുവിളികൾ എന്താണ്? ആൻസർ: സുഊബത്ത് ഫഹ്മി മുശാഇരിൽ തുല്ലാബ് വഹ്തിയാജാതിഹിം ശഖ്സിയ ബിശക്ലിൻ കാമിലിൻ. വിദ്യാർത്ഥികളുടെ വികാരങ്ങളും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ, മാഹുൽ ഹദഫുൽ ആമു മിൻ ഇഖ്തിദാമി ടെക്നോളജിയ ഫി തഅലീം. വിദ്യാഭ്യാസത്തിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ: തഅസീദു തജ്രിബത്തി തഅല്ലുമി മഅൽ ഹുഫാളി അലാ ജൂദത്തി തഅലീമി വതവാസുലിൽ ഇൻസാനി. മനുഷ്യബന്ധങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പഠനാനുഭവം മെച്ചപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.